CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ പോലീസ് കരിക്ക് കൊണ്ട് ഇടിച്ചു മർദ്ദിച്ചതായി പരാതി. കരുതൽ തടങ്കലിലെടുത്ത പെരിങ്ങോട്ടുകര സ്വദേശി യദുകൃഷ്ണനെയാണ് അന്തിക്കാട് സിയുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടെ CIക്കെതിരെ അന്വേഷണം തുടങ്ങി. ഏപ്രിൽ 20-നാണ് LDFന്റെ പഞ്ചായത്ത് റാലി കഴിഞ്ഞ് വീട്ടിൽ മടങ്ങിയെത്തിയ യദുകൃഷ്ണനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് അന്തിക്കാട് സ്റ്റേഷനിലരികിലെ പഴയ സ്റ്റേഷനിലെത്തിച്ച് മർദ്ദിച്ചുവെന്നാണ് ആരോപണം. അന്തിക്കാട് CI, അഡീഷണൽ SI, പാറാവ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് മർദ്ദിച്ചതെന്നാണ് പരാതി. നേരെ പല സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. രാത്രി ഒരു 8:30 അങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞു. അവൻ നിർബന്ധമായി പിടിച്ച് കൈമ പിടിച്ച് CIയും അഡീഷണൽ SIയും പിന്നെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു പാറാവിൽ നിന്നിരുന്നത്. ആളടക്കം കൊണ്ടുപോയി നേരെ അതിനുള്ള കൊണ്ടിട്ട് കരിക്കൊണ്ടും കൈ കൊണ്ടും ഇടിച്ച് പിന്നെ ചവിട്ടി കുത്തി ആകെ ഇടിച്ച് ഇതാക്കണം ചെയ്തത്. ഞാൻ ഭയങ്കര എനിക്ക് വേനെടുത്ത് കരഞ്ഞു. കാരണം കരയെന്ന് പറഞ്ഞിട്ട് മോന്തമ എഴുന്നേപ്പിച്ചിട്ട് വീണ്ടും തല്ലി. പിന്നീട് മെഡിക്കൽ കോളേജിൽ യദു ചികിത്സ തേടി. തെരഞ്ഞെടുപ്പ് കാലത്ത് നേരത്തെയും പ്രവർത്തകരെ മർദ്ദിച്ചിരുന്നതായി താന്യം CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിബിൻ C. ബാബു പറഞ്ഞു. മർദ്ദന വിവരമറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗത്തോട് CI മാപ്പ് പറഞ്ഞിരുന്നു. 2 ആഴ്ചകൾക്ക് മുമ്പ് മുറ്റിച്ചൂർ മേഖലയിൽ നിന്നും പെരിങ്ങോട്ടുകര മേഖലയിൽ നിന്നും ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി ഭീകരയെ മർദ്ദിച്ചു. അതിൽ കരിക്കൊണ്ട് തന്നെയാണ് അവിടെയും പുറത്തും കഷത്തും കരിക്കൊണ്ട് മർദ്ദനുണ്ടായി. ഇതൊരു സർക്കാരിൻ്റെ പോളിസിയല്ല. ഇങ്ങനെ സ്റ്റേഷനിൽ ആളുകൾ തല്ലുന്ന നിലപാട് ശരിയല്ല എന്ന ഇതിൽ വളരെ കർശനമായി അവിടെ ഇടപെട്ടുള്ളതാണ്. അപ്പോൾ ഇനി ആവർത്തിക്കില്ല, അത് തെറ്റുപറ്റിയതാണ്, നിങ്ങൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ആളുകൾ ക്ഷമാപണം നടത്തി പാർട്ടിയോട്. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട DYSPയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. 24 തൃശൂർ.